യു ജി സി നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ടോപ്പിക്സുകൾ പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് പല ഷോർട്ട് കട്ടും ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ യു ജി സി നെറ്റ് കൊമേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് യൂണിറ്റിലുള്ളൊരു ടോപ്പിക്കാണ് റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. ഇത് പഠിച്ചവർക്കറിയാം, വളരെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു മൊത്തം ടോപ്പിക്കിനെ നമ്മളൊരു ടേബിളായിട്ട് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതിൽ ഈ ലെവൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ അറേഞ്ച് ചെയ്യാനൊക്കെ എല്ലാ വർഷവും എക്സാമിന് വരുന്നതാണ്. അപ്പോൾ റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷന് പല ലെവൽസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ടു റിമൂവ് ബാരിയേഴ്സ് ഓൺ സ്പെസിഫൈഡ് ഗുഡ്സ്. അതായത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗുഡ്സിന് നമ്മളെ ബാരിയർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണെന്ത് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇനി അതിൽ രണ്ടാമത്തെ എന്താണ് ഫ്രീ ട്രേഡ് ഏരിയ. അപ്പോൾ നിങ്ങൾ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഫ്രീ ട്രേഡ് ഏരിയ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റിമൂവ് താരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാവില്ല? താരിഫ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മളൊരു ടിക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ മറ്റുള്ള കോളങ്ങളൊക്കെ എന്താ കൊടുത്തത്? ഇൻറ്റു മാർക്കാണ്. അപ്പോൾ അത് അവിടെ അപ്ലിക്കബിൾ അല്ല. ഇനി രണ്ടാമത് നോക്കിയാൽ നിങ്ങൾ കസ്റ്റംസ് യൂണിയൻ, അവിടെ രണ്ട് ടിക്ക് മാർക്ക് ഉണ്ട് അല്ലേ? എന്തൊക്കെയാ? റെഡ്യൂസ് താരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസും ഉണ്ട്, കോമൺ എക്സ്റ്റേണൽ താരിഫും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? മെമ്പർ കൺട്രീസ് തമ്മിലുള്ള താരിഫ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവർ മറ്റുള്ള നോൺ മെമ്പർ കൺട്രീസുമായിട്ട് ട്രേഡ് ചെയ്യുമ്പം കോമൺ താരിഫാണ് ചാർജ് ചെയ്യുന്നത്. അതാണ് കസ്റ്റംസ് യൂണിയൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഫസ്റ്റ് ക്രൈറ്റീരിയ, സെക്കൻഡ് ക്രൈറ്റീരിയ മെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ക്രൈറ്റീരിയസ് എന്താണ്? നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്തത് എന്താണ്? കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റിൽ റെഡ്യൂസ് താരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ഉണ്ട്, കോമൺ എക്സ്റ്റേണൽ താരിഫ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പം 3 ടിക്ക് മാർക്കായി. ആ 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഇക്കണോമിക് യൂണിയൻ ആണ്. ഈ 4 ക്രൈറ്റീരിയയും എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? എക്കണോമിക് യൂണിയനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിലെന്തൊക്കെയാ? റെഡ്യൂസ് താരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്, ദെൻ കോമൺ എക്സ്റ്റേണൽ താരിഫ്, ദെൻ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ദെൻ ഫൈനലി കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയയും എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? എക്കണോമിക് യൂണിയനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെയും അപ്പെക്സ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് യൂണിയൻ ആണ് പൊളിറ്റിക്കൽ യൂണിയൻ. അവിടെ എന്താ വരുന്നത്? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ട്, ഇക്കണോമിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ലെവൽസ് നമുക്ക് പഠിച്ചു വെക്കാൻ ഈ ഒരു ടേബിൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്ക് വഴിയാണ് നമ്മൾ ഓരോ കൺസെപ്റ്റുകളും ഓർത്ത് വെക്കേണ്ടത്.